കേട്ടാൽ നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു കാര്യമാണ് പറയുന്നത്. എന്നാൽ പ്രതിദിനം ഒരു ദിവസം 17,500 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ബിസിനസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യണം, എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ്, എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിങ്. ഇതൊരു മാനുഫാക്ചറിങ് ബിസിനസ് തന്നെയാണ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ വിപണനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഒരു പക്ഷേ അല്പം നീണ്ടുപോകാം. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ മുഴുവനായിട്ട് കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സംശയങ്ങളുണ്ടാവും. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്, മറുപടി ലഭിച്ചിരിക്കും. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അതുതന്നെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ വാചകം തന്നെ തിരിച്ചു പറയുകയാണ്. കേട്ടാൽ നിങ്ങൾക്ക് നിസ്സാരമെന്ന് തോന്നാം. എന്നാൽ കപ്പലണ്ടി മിഠായി നിങ്ങൾക്ക് തരും ഒരു ദിവസം 17,500 രൂപ മുതൽ 20,000 രൂപ വരെ ലാഭം. അതിന് എങ്ങനെയാണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഈ കപ്പലണ്ടി മിഠായി. കൂടാതെ അത് ആരോഗ്യദായകവുമാണ്. അത്യാവശ്യം കുട്ടികൾക്കൊക്കെയുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ ലഭ്യമാക്കുന്ന കപ്പലണ്ടിയാണ് ഇതിനകത്തെ പ്രധാന ഇൻഗ്രീഡിയന്റ്. കൂടാതെ അടുത്തത് ശർക്കരയാണ്. നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ പഴയ കാലത്തെ രുചികളിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച എല്ലാ മേഖലകളിലും കാണാൻ പറ്റും. അത് തന്നെയാണ് ഈ കപ്പലണ്ടി മിഠായിയുടെ വിപണനത്തിലും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. പഴയ കാലത്ത്, അതായത് നമ്മളുടെ ചെറുപ്പകാലത്തിൽ ഉണ്ടായിരുന്ന രുചികൾ, അതായത് നമ്മളുടെ നാവിൽ ഇപ്പോഴും ആ രുചി നിലനിൽപ്പുണ്ട്. അതിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ നല്ല ഡിമാൻഡ് ആയിരിക്കും. ഈ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പല സംരംഭങ്ങളും ഇപ്പോൾ പല രീതിയിലുള്ള പ്രോഡക്റ്റുകളുമായിട്ട് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചെറു സംരംഭമാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്ത് മുമ്പോട്ട് പോകാവുന്നതാണ്. രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ഒന്ന്, നമുക്ക് വീട്ടിൽ ചെറിയ തോതിൽ ഉണ്ടാക്കി വിൽക്കാൻ പറ്റും. എന്നാൽ ഒരു നല്ല രീതിയിലുള്ള ബിസിനസ്സായിട്ട് ആണിത് ആരംഭിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ അല്പം പണം മുടക്കേണ്ടി വരും. കൂടാതെ തന്നെ ഇതൊരു സ്വയം തൊഴിൽ സംരംഭമായിട്ട് എടുത്ത് രണ്ടുപേർക്ക് ജോലിയും കാര്യങ്ങളുമൊക്കെ കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് പോകാവുന്നതാണ്. നമുക്ക് മോഡേൺ മെഷീനറികൾ ഉപയോഗിച്ച് നല്ല ഗുണനിലവാരത്തിൽ നമുക്ക് ഈ കപ്പലണ്ടി മിഠായിയുടെ ബാറുകൾ ഉണ്ടാക്കാൻ പറ്റും. വൃത്തി അത്യാവശ്യം വേണം, ഗുണനിലവാരവും അത്യാവശ്യം വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ശേഷം നമ്മളുടെ ബ്രാൻഡ് നെയിം കൂടി നൽകി ഇതിനെ വിപണിയിൽ എത്തിച്ചാൽ വലിയ ഡിമാൻഡ് ഉണ്ട്. നമുക്ക് എളുപ്പത്തിൽ കച്ചവടം ചെയ്യാൻ പറ്റും. ഇതിനകത്തെ പ്രധാന ചേരുവ ഞാൻ നേരത്തെ പറഞ്ഞു കപ്പലണ്ടി, അതായത് നിലക്കടലയാണ്. കൂടാതെ ശർക്കരയാണ്. ഈ പീനട്ട് ബാർ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള മെഷീനറികൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം നോക്കാം. അതിനുശേഷം ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുകൂടെ പറഞ്ഞു തരാം. നമുക്കിവിടെ ആദ്യം വേണ്ടത് പീലർ ആൻഡ് കട്ടിംഗ് മെഷീനാണ്. അതായത് നിലക്കടല അതിൻ്റെ തൊലി ഉരിച്ച് കട്ട് ചെയ്യുകയാണ് ആ മെഷീൻ ചെയ്യുന്നത്. പിന്നെ ഇത് ശർക്കരയുടെ പാനി ഉണ്ടാക്കും. അതുമായിട്ട് മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേണ്ടത് മിക്സ്ചർ ആൻഡ് ബ്ലെൻഡിങ് മെഷീനാണ്. ഈ മെഷീൻ കടലയും ഈ കപ്പലണ്ടിയും ശർക്കരയും എല്ലാം കൂട്ടിക്കുഴച്ച് നല്ല പരുവത്തിലാക്കും. ഒരു വലിയ മിക്സ് ആക്കി മാറ്റുന്നു. ശേഷം ഓരോ ഷീറ്റുകളാക്കി പരത്തിയെടുക്കും. പിന്നെ വരുന്നത് അതൊന്ന് ഉറച്ചു കഴിയുമ്പോൾ കട്ടിംഗ് ബ്ലേഡ് ആൻഡ് ഷീറ്റ് ഡൈ ഉണ്ട്. ആ തയ്യാറാക്കി വെച്ച ഷീറ്റുകളിൽ സ്വീറ്റ് ഷീറ്റുകളുണ്ട്. അതിൻ്റെ നമുക്ക് ആവശ്യമുള്ള അളവനുസരിച്ചാണ് ഇത് മുറിച്ചെടുക്കുന്നത്. മെഷീനിൽ ഓട്ടോമാറ്റിക് കട്ടിംഗ് സൗകര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സെന്റിമീറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്റർ അളവാണ് കൊടുക്കുന്നത്. അതനുസരിച്ച് അത് സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കും. ഇവിടെ ഈ മെഷീന്റെ വില ഭാഗമൊക്കെ മുമ്പോട്ട് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് മെഷീനറികൾക്ക് വേണ്ടി മുടക്കാൻ മുതലില്ല, അല്ലെങ്കിൽ പണമില്ലാത്തവർക്ക് വീട്ടിൽ സാധാരണ പാൻ ഉപയോഗിച്ച് തന്നെ ഇതുണ്ടാക്കാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും എങ്ങനെയാണ് ഇത് വീട്ടിൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. ചെറിയ തോതിൽ നമ്മൾ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് അധ്വാനം കൂടുതലാണ്. അതുപോലെ തന്നെ വലിയ വിറ്റുവരവ് പ്രതീക്ഷിക്കരുത്. കാരണം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മെഷീനറികളുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് അതിൻ്റെ മുതൽ മുടക്ക് എന്ന് നമുക്കൊന്ന് നോക്കാം.
സാധാരണ രീതിയിൽ ചെറുകിട ബിസിനസ്സായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരു സംരംഭമായിട്ട് തുടങ്ങുകയാണെങ്കിൽ വലിയ പണമൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ മെയിൻ ചേരുവകൾ എന്തൊക്കെയാണ്? കപ്പലണ്ടിയും ശർക്കരയും. ഈ സാധനം ആവശ്യത്തിന് വാങ്ങാനുള്ള പണം നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കി വിൽക്കാൻ പറ്റും. വിൽപ്പനയ്ക്കനുസരിച്ച് നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന പൈസയ്ക്കനുസരിച്ച് സാധനങ്ങൾ വീണ്ടും വാങ്ങി വീണ്ടും ഉണ്ടാക്കി വീണ്ടും വിൽക്കുക ആണ് ആ രീതി. എന്നാൽ നമുക്ക് ഒരു അല്പം ഇടത്തരം ഇല്ലെങ്കിൽ വലിയ സംരംഭമായിട്ട് തുടങ്ങണമെങ്കിൽ, അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് ഉൽപ്പാദിപ്പിച്ച് നല്ലൊരു സംരംഭമാക്കി വളർത്തിയെടുക്കണമെങ്കിൽ മുതൽ മുടക്കായിട്ട് നല്ലൊരു തുക തന്നെ വേണ്ടിവരും. പ്രധാനമായിട്ടും വേണ്ടത് മെഷീനുകൾക്ക് വേണ്ടിയാണ്. ഈ പറഞ്ഞ മെഷീനുകൾ, മുകളിൽ പറഞ്ഞ എല്ലാ മെഷീനും കൂടെ ഏകദേശം ഒരു 2,50,000 രൂപയുടെ അടുത്ത് വരും. പിന്നെ നമുക്ക് പാക്കിംഗ് മെഷീൻ വേണം. പാക്കിംഗ് മെഷീനും ഏകദേശം, അതായത് നമുക്ക് സാധാരണ ബാൻഡ് സീലർ പോലെയുള്ള മെഷീനുകളാണെങ്കിൽ നമുക്കൊരു 10,000, 20,000, 30,000 രൂപയ്ക്കുള്ളിൽ തീർക്കാം. ഈ ബാൻഡ് സീലറുകളെ കുറിച്ചുള്ള വീഡിയോയും നമ്മൾ എക്സ്ക്ലൂസീവ്ലി ചെയ്തിട്ടുണ്ട്. ബാൻഡ് സീലർ എന്ന് നമ്മളുടെ ചാനൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ലഭിക്കുന്നതാണ്. ഇല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ. ഇല്ലെങ്കിൽ പാക്കിംഗ് മെഷീൻ, കപ്പലണ്ടി മിഠായി പാക്കിംഗ് മെഷീന് ഏകദേശം 4-4.5 ലക്ഷം രൂപ വില വരുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ നമുക്ക് സ്പേസ് വേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള മെഷീനറികൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഏറ്റവും കുറഞ്ഞത് ഒരു 500 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 750 സ്ക്വയർ ഫീറ്റ് ഏരിയയെങ്കിലും ഇതിന് വേണ്ടി വരും. പിന്നെ അത്യാവശ്യം വേണ്ട ലൈസൻസുകളും കാര്യങ്ങളും ഒക്കെ ഇതിനെടുക്കേണ്ടി വരും. സിംഗിൾ ഫേസ് മെഷീനും കിട്ടുന്നുണ്ട്, 3 ഫേസ് മെഷീനും കിട്ടുന്നുണ്ട്. സിംഗിൾ ഫേസ് ആണെങ്കിൽ നമ്മളുടെ ഡൊമസ്റ്റിക് കറണ്ടിൽ തന്നെ ഓടിക്കോളും. പ്രത്യേകിച്ച് KSEBയുടെ പെർമിഷനും കാര്യങ്ങളും ലൈസൻസും ഒന്നും വേണ്ടി വരില്ല. എന്നാൽ 3 ഫേസ് ആണെങ്കിൽ നമുക്കത് പ്രത്യേകം അതിനുവേണ്ടി മീറ്ററും കാര്യങ്ങളും ഒക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കേണ്ടതായിട്ടും വരും. ആ ചെലവും ഇതിൽ തന്നെ പെടുന്നതാണ്. പിന്നെ നമുക്ക് ഈ റോ മെറ്റീരിയൽ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആകും. അതുകൂടാതെ തന്നെ നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം തിരിച്ച് വിപണിയിലേക്ക് പോകുന്ന ട്രാൻസ്പോർട്ടേഷനുമാകും. കൂടാതെ ലേബർ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ വരും. നമുക്കിനി ലാഭത്തിൻ്റെ ഭാഗത്തേക്ക് പോകാം. വലിയ വിപണിയാണ് ഇതിനുള്ളത്, നല്ല ലാഭവും ഇതിനുണ്ട്. സാധാരണഗതിയിൽ വലിയ രീതിയിൽ നിങ്ങൾ ഇത് തുടങ്ങുകയാണെങ്കിൽ 1 കിലോ കപ്പലണ്ടിക്ക് 750 ഗ്രാം ശർക്കര എന്ന തോതിലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, കപ്പലണ്ടിയേക്കാൾ ശർക്കരയ്ക്ക് എപ്പോഴും വില കുറവായിരിക്കും. നിങ്ങളൊരു 100 രൂപയുടെ കാൽക്കുലേഷൻ എടുത്ത് 100 രൂപയുടെ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കടക്കാർക്ക് അത് 200 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുക. അവർ 250 മുതൽ 270, 280 രൂപ വരെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈടാക്കും. സാധാരണ ചെറിയ ഒരു സംരംഭമാണ് തുടങ്ങുന്നതെങ്കിൽ 100% പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു 200 കിലോ കപ്പലണ്ടി മിഠായി വിൽക്കാൻ സാധിക്കണം. ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഒരു 20,000 രൂപ ലാഭം കിട്ടും. പിന്നെ നമുക്ക് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ, ലേബർ, KSEB ചാർജസ്, കറണ്ട് ചാർജ്, പിന്നെ മെഷീനുകളുടെ ഡിപ്രീസിയേഷൻ, കൂലി, പാക്കേജ് എല്ലാം അടക്കം ഒരു 2,500 രൂപയോളം നമുക്ക് ഒരു ദിവസത്തെ എക്സ്പെൻസ് ആയിട്ട് വരും. അതെല്ലാം കുറച്ചാണ് ആദ്യം ഞാൻ പറഞ്ഞ 17,500 രൂപ പെർ ഡേ ലാഭം എന്നുള്ള കാര്യം പറഞ്ഞത്. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല, അത് മാർക്കറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ മാർക്കറ്റ് ചെയ്യാൻ കഴിവുള്ളവരുടെ സേവനം നമ്മൾ ലഭ്യമാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിലിരിക്കും, നിങ്ങൾ തിന്നുകൊണ്ടിരിക്കും എന്നുള്ളതല്ലാതെ മാർക്കറ്റിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല. മുടക്കിയ പണം അത് തിരിച്ചു പിടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരുന്ന ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം നമ്മൾ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ. ചെറിയ രീതിയിൽ വീട്ടിൽ നിന്നുണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു 10,000-10,000 രൂപയായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് വരിക. അത് നഷ്ടമായാൽ പോലും നമുക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഇത്രയും വലിയ മെഷീനറികൾ ഇറക്റ്റ് ചെയ്ത് നമ്മളൊരു ഫാക്ടറി സെറ്റപ്പിലോട്ട് മാറി ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം വിപണി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം പാഴായി പോകും. ഇവിടെ ഫുഡിന്റെ രജിസ്ട്രേഷൻ, അതായത് വീട്ടിൽ നിന്ന് ചെറിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ രജിസ്ട്രേഷൻ മതിയാകും. ഇല്ലെങ്കിൽ ലൈസൻസ് തന്നെ എടുത്തുകൊണ്ട് വേണം ഇത് തുടങ്ങുവാനായിട്ട്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.